കോളേജിലെ വിദ്യാർത്ഥികളുടെ വാക്കുകളാണ് കേട്ടത്. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. കോളേജ് മാനേജ്മെന്റ് മുന്നിൽ അവർ വലിയ പ്രതിഷേധം നടത്തി, പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല. പോലീസിനും ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നതാണ് സാഹചര്യം. കുട്ടികൾ ഇതിനിടെ പ്രതിഷേധവുമായി കോളേജിലേക്കും എത്തുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഗുരുതരമായ ആക്ഷേപമാണ് പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലേക്ക് ഇത്ര സുരക്ഷയില്ലാതെ എങ്ങനെ കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനുമപ്പുറം ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് പോലീസിന്റെ ആക്ഷൻ ഉണ്ടായില്ല എന്ന കാര്യം. നമുക്ക് പോലീസിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ശരണ്യ? സജിത്ത്, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കായംകുളം MSM കോളേജ്, നമ്മൾ ഈ കാണുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് ഉള്ളിലാണ് ഈ 80ഓളം പെൺകുട്ടികൾ, MSM കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനികളും PG വിദ്യാർത്ഥിനികളും അടക്കമുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടമാണ്. തൊട്ടപ്പുറത്ത് മാനേജറെ വീടാണ് ഉള്ളത്. BEd കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ തൊട്ടടുത്തുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഈ കുട്ടികളെ ഭയത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു അജ്ഞാതൻ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ ടോയ്ലറ്റിലേക്ക് പോയ ഒരു കുട്ടി കാണുന്നത് ടോയ്ലറ്റിന്റെ ഒരു ശുചിമുറിയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നതായാണ് കാണുന്നത്. കുട്ടി ഭയന്ന് വിറച്ച് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് ആ കുട്ടി മുറിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ അവർ നമ്മളോട് വിവരിച്ചത് ഈ അജ്ഞാതൻ ആ മുറിയുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഭയന്ന് വിറച്ചുപോയ കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ ഈ കുട്ടിയെ കാണുന്നു, വിദ്യാർത്ഥിനിയെ കണ്ട ശേഷവും അയാൾ ഇവരെ ഭീകരമായ രീതിയിൽ നോക്കി നിന്നതിന് ശേഷമാണ് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. ഈ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ സംഭവം ഇവിടെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. രാത്രിയാവുമ്പോൾ കുട്ടികൾ ഭയന്ന് വടിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് അവർ ഭയത്തോടുകൂടി ഈ രാത്രി പുലർച്ചെ വരെ കാത്തിരിക്കേണ്ട സാഹചര്യം വരുന്നു. പോലീസിനെ വിവരം അറിയിക്കുന്നു, മാനേജറെ വിവരം അറിയിക്കുന്നു, കോളേജ് അധികൃതരെ വിവരം അറിയിക്കുന്നു. പക്ഷേ അതിനൊന്നും കൃത്യമായ ഒരു പരിഹാരം കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. വീണ്ടും അതേ ദിവസങ്ങൾ, അതായത് നമ്മൾ ഈ കോളേജിൽ കാണുന്ന പല ഭാഗങ്ങളിലും എയർ ഹോൾസ്, വലിപ്പമുള്ള എയർ ഹോൾസ് ഉണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അവിടെ തന്നെ അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കോളേജ് മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് അവിടെ സ്റ്റീൽ തകിടുകൾ ഉപയോഗിച്ച് ആ ഭാഗം മറച്ചു. എന്നാൽ പിറ്റേ ദിവസവും അയാൾ ഈ കോമ്പൗണ്ടിലെത്തി ടെറസിന്റെ മോൾ ഭാഗത്താണ് കണ്ടതെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്താൻ വിദ്യാർത്ഥിനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പോലീസ് കേസെടുത്തത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി, കായംകുളം MLA പ്രതിഭയുടെ നേതൃത്വത്തിലുള്ള ആളുകളും ഇവിടെ എത്തി പരിശോധന നടത്തിയതിനു ശേഷം കേസെടുത്തതിന് ശേഷമാണ് വീണ്ടും അയാൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി പുലർച്ചെ 2 മണിയുടെ അടുത്താണ് ഇവിടേക്ക് ഇയാൾ എത്തുന്നത് എന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. അന്ന് രാത്രി ആ മുറിയിൽ വെച്ച അയാളെ കണ്ട ആ വിദ്യാർത്ഥിനി പിന്നീട് അലറി വിളിച്ചതിനെ തുടർന്ന് ഹോസ്റ്റലിൽ മുഴുവനായി കുട്ടികൾ പുറത്തേക്ക് കരഞ്ഞുകൊണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇത്തരം സംശയങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടാണ് ഈ ചൊവ്വാഴ്ചയോടുകൂടി ഇയാളെ കാണുന്നത്. കുട്ടികൾ കോളേജ് മാനേജറുടെ അടുത്തേക്ക് എത്തി CCTV ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ കൃത്യമായി അയാൾ ഓടുന്ന ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അയാൾ മാറ്റിയിട്ടാണ് അയാൾ ഓടുന്നതായി കണ്ടിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന ദിവസം 80ഓളം വിദ്യാർത്ഥികളുള്ള ഈ ഹോസ്റ്റലിൽ ആകെ ഉണ്ടായിരുന്നത് ഇവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന സ്ത്രീ മാത്രമാണ് എന്നുള്ളതാണ്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം എന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. കുട്ടികൾ നമ്മളോടൊപ്പം കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ പുറത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്.